ഞാനിവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് പ്രത്യേകം പറയാം, പെൺകുട്ടികൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പെൺകുട്ടികളുടെ അമ്മമാരാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കൂടുതലും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക, അവിടെ എന്തോ കുഴപ്പമുണ്ട്, ആ കുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത് അവൾക്ക് വേറെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഷീ ഈസ് ഫ്രിജിഡ്, ഷീ ഡസൻ ഹാവ് എനി ഫീലിംഗ്. അവൾക്ക് അങ്ങനെ ഒരു വേറൊരു വികാരവും തോന്നുന്നില്ല. കല്യാണം കഴിക്കാൻ പോണ ആൺകുട്ടി ഫോണിൽ കൂടെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവളൊരു ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുള്ളെങ്കിൽ യു ഹാവ് സം പ്രോബ്ലം. അപ്പോ ഇത് എനിക്കറിയാം, എൻ്റെ പ്രോബ്ലം എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ വ്യക്തിപരമായ പ്രോബ്ലംസ് സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ അറിയില്ല. അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ഒരു കേസില് ഞാന് ഒരു ആൺകുട്ടി, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൺകുട്ടി കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരു ആൺകുട്ടി, അവിടെ വൈഫ് എൻ്റെ അടുത്ത് ക്ലൈൻ്റ് ആയിട്ട് വന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഹിന്ദുസിൻ്റെ കല്യാണം ഡിവോഴ്സിലേക്ക് പോകണമെങ്കിൽ 1 വർഷം കഴിയണം. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാലേ നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ വിവാഹം അസാധുവാക്കാനായിട്ട് കേസ് കൊടുക്കാൻ പിറ്റേ ദിവസം കൊടുക്കാം. അപ്പോൾ അങ്ങനെ അസാധുവാക്കാൻ കൊടുത്ത കൂട്ടത്തിൽ ഞാനൊരു വലിയ തുക നഷ്ടപരിഹാരം ചോദിച്ചു. കേസ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു. അയാൾക്കിത് അറിയാമല്ലോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരുഷന് അറിയാം അവൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ആ ഇമ്പോർട്ടൻസിക്ക് ഞാൻ വലിയ തുക കോമ്പൻസേഷൻ ചോദിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ കിടക്കുന്ന വസ്തു ജപ്തി ചെയ്യാൻ അതിൻ്റെ അകത്തൊരു പെറ്റീഷൻ ഇട്ടു. ഇട്ടപ്പോൾ കോടതി എന്നോട് ചോദിക്കുക, മകൻ്റെ കുറവിന് അച്ഛൻ്റെ വസ്തു എന്തിനാ ജപ്തി ചെയ്യണേ വക്കീലെ? ഹൗ ക്യാൻ ദ ഫാദർ നോസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസി ഓഫ് ദ സൺ? ശരിയല്ലേ? അവർ തന്നില്ലേ, ജപ്തി തന്നില്ല. ജസ്റ്റിസ് സോഫി, അവരന്ന് ഞങ്ങളുടെ ഫാമിലി കോർട്ട് ജഡ്ജായിരുന്നു. സോഫി മാഡം പിന്നെ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് സോഫി തോമസ് മാഡം എന്നോട് ചോദിച്ചാ, ഹൗ ദ ഫാദർ ആൻഡ് മദർ ക്യാൻ നോ ദാറ്റ് ദ ബോയ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഹൗ ക്യാൻ ഐ അറ്റാച്ച് ഹിസ് പ്രോപ്പർട്ടി? ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അവർ ഹൈക്കോടതി ജഡ്ജായി. അങ്ങനെയായി. ഭയങ്കര ഒത്തിരി നല്ല ഒരു ജഡ്ജായിരുന്നു. ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ ഞങ്ങൾക്കൊക്കെ ഗുരുസ്ഥാനത്തുള്ള ഒരു ജഡ്ജാണ് അവർ. അപ്പോൾ നോക്കൂ, ശരിയല്ലേ ചോദ്യം ശരിയല്ലേ? മകന്റെ ആ കുറവ് അച്ഛൻ എങ്ങനെ അറിയാനാണ്? പക്ഷെ മകൻ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കുറവുകളെ കുറിച്ച് അവനവനൊരു ബോധ്യം ഉണ്ടാവുമെങ്കിൽ, സപ്പോസ് എ ബോയ് ഇസ് ഹാവിങ് നോ സച്ച് ഫീലിങ്സ്, ഒരു ഇറക്ഷൻ പ്രോബ്ലം, ഇതൊക്കെ ആൺകുട്ടികൾക്ക് വരുന്ന പ്രോബ്ലംസ് ആണ്. ഇറക്ഷൻ പ്രോബ്ലം, ആ പ്രോബ്ലം ഒക്കെയോടുകൂടി ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു ആൾക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? അതിനു വേണ്ട മെഡിക്കൽ ഹെൽപ്പ് എടുത്ത്, മെഡിക്കൽ എയ്ഡ് ഒക്കെ എടുത്ത് പെർഫെക്റ്റ് ആയിട്ടേ വിവാഹം കഴിക്കാവൂ.